ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 52. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായി വന്നൊരു ദിവസം തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. കാരണം ബാക്കി കഴിഞ്ഞ 2 വീക്കിലെ എപ്പിസോഡുകൾ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ബോറിങ്ങും വെറുപ്പിക്കലും ആയിരുന്ന 2 ആഴ്ചയാണ് കടന്നുപോയത്. അപ്പോൾ അതിനുശേഷം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കണ്ടന്റുകൾ എനിക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ഭയങ്കര മികച്ചൊരു എപ്പിസോഡ് ലൈവ് ആയിരുന്നതല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ലാസ്റ്റ് വീക്കിലെ ഒരു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം നല്ല കണ്ടന്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഒരു ലെവലിൽ പിടിച്ച് പോവുകയാണെങ്കിൽ അത്യാവശ്യം വെറുപ്പിക്കാണ്ട് നമുക്ക് ഈ ഒരു സീസൺ അവസാനിപ്പിച്ച് കിട്ടും. അല്ലെങ്കിൽ പിന്നെയും നേരത്തെ പോലെ നെഗറ്റീവായിട്ട് തകർന്ന് തരിപ്പണമാകും. അപ്പോൾ എപ്പിസോഡിലോട്ട് വരികയാണെങ്കിൽ എപ്പിസോഡിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ജിൻഡോയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ജിൻഡോൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയേണ്ടത് മോർണിംഗ് ടാസ്കിൽ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അവിടെ നിന്നേ തുടങ്ങി കണ്ടന്റ്. മോർണിംഗ് ടാസ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോറയെ പിടിച്ച് ഹൗസിലുള്ള എല്ലാവരും പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ട ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നോറയെ പറ്റി ആരും ഇതുവരെ പറയണ്ട അതായത് എല്ലാവർക്കും അറിയാം എന്താണ് നോറയുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നോറയുടെ ഒരു റിയാക്ഷൻ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ആരും എടുത്ത് പറയാത്ത ഒരു കാര്യം. സിജോ വന്ന് ഇന്നൊന്ന് കൊളുത്തി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. സിജോ വന്ന് നോറയുടെ ഗെയിം പ്ലാനും കാര്യങ്ങളെല്ലാം അങ്ങ് എക്സ്പോസ് ചെയ്തു. ഒന്നും നോക്കിയില്ല. താൻ പുറത്തായിരുന്നു ഇപ്പോൾ കണ്ട കണ്ടന്റുകളും കാര്യങ്ങളെല്ലാം വെച്ച് സിജോ ഒരു നല്ലൊരു സ്പീച്ച് അങ്ങ് നോറയ്ക്കെതിരെ കൊടുത്തു. പിന്നെ അതിനുശേഷം ഹൗസിലുള്ളവരെല്ലാവരും ഇത്രയും ദിവസം 52 ദിവസം മനസ്സിൽ അടക്കി പിടിച്ച കാര്യങ്ങളെല്ലാം പുറത്ത് വലിച്ചിട്ട പോലെയായിരുന്നു നോറയുടെ ഒരു സിറ്റുവേഷൻ. നോറ ഇരുന്നിരിപ്പിലങ്ങ് ഇല്ലാണ്ടായി പോയി നോറ. അപ്പോൾ നോറയുടെ ഗെയിം പ്ലാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ. നോറ ഒരു വീക്ക് തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 ദിവസം കരച്ചിൽ, പിന്നെ ബാക്കി 3 ദിവസം അതിനെ തുടർന്ന് ബാക്കിയുള്ള ഒരു അറ്റാക്ക്, ഇതൊക്കെയാണ്. പിന്നെ ലാലായിട്ട് വരുന്ന എപ്പിസോഡിൽ ക്യൂട്ട്നെസ് ഇടൽ, ഇതൊക്കെയാണ് നോറയുടെ ഒരു പ്ലാൻ. അപ്പോൾ നോറയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഡിസ്റ്റിക് ക്യാരക്ടറാണ്. നോറ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നല്ല രീതിയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നോറ ഇനി എന്തായാലും ഗെയിം മാറ്റി പിടിച്ചില്ലെങ്കിൽ രക്ഷയില്ല നോറയ്ക്ക്. അത്യാവശ്യം ഒന്ന് ആക്റ്റീവായി, അതായത് തൻ്റെ ഒരു ഗെയിം പ്ലാൻ പിടിച്ച് അത്യാവശ്യം ഒന്ന് ആക്റ്റീവായി കയറി വന്ന നോറയുടെ ഗെയിം പ്ലാൻ എല്ലാം പൊളിച്ച് കൈ കൊടുത്തൊരു ദിവസം ഇന്നത്തെ. അങ്ങനെ മോർണിംഗ് ടാസ്ക് വളരെ മികച്ച രീതിയിൽ എല്ലാവർക്കും നിക് നെയിമൊക്കെ കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരം ഉള്ള ഡയലോഗൊക്കെ തന്നെയായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട കാര്യം നോറയുടെ മാത്രമായതുകൊണ്ട് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ഒരു വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു. ജാസ്മിൻ, റസ്മിൻ, ഗബ്രി ഇവർ 3 പേരും തമ്മിലുള്ളൊരു അടി വളരെ നല്ല പെർഫോമൻസാണ് അവർ കാഴ്ചവെച്ചത്. അവരെ കൊണ്ട് പറ്റാവുന്നത്ര അവർ പെർഫോം ചെയ്തു. പക്ഷേ ഹൗസിലുള്ള ആർക്കും കണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഒരേപോലെ മനസ്സിലായി ഇത് അവരുടെ പെർഫോമൻസ് ആണെന്ന്. അത്രയ്ക്ക് നല്ല ആർട്ടിഫിഷ്യൽ ആയിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്തു അവർ അടി. അതായത് ഇനി അങ്ങോട്ട് ഇവർ അടി കാണിച്ചില്ലെങ്കിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവും. പ്രേക്ഷകർ ഒട്ടും തെറ്റിദ്ധരിച്ചിട്ടില്ല, പ്രേക്ഷകർക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് അവരുടെ വിചാരം. എന്തായാലും അവർ നല്ലൊരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് അവരുടെ അടി. ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഇതിൽ കൂടുതൽ അടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അടി ഉണ്ടായെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി പോയിട്ടിരുന്ന് ഇവരുടേതായ ലോകത്തോട്ട് ഇവരെ പോകും, അത് ഉറപ്പാണ്. അവരൊരു നെറ്റ്വർക്കായിട്ട് അകത്തോട്ട് കയറി വന്നവരാണ്. അവരുടെ ആ ഒരു നെറ്റ്വർക്ക് വിസിബിൾ അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ട് അതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. അവരെല്ലാവരും അതിൻ്റെ അകത്ത് നിൽക്കുന്നിടത്തോളം കാലം ആ ഒരു നെറ്റ്വർക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ പറയുകയാണെങ്കിൽ ടാസ്കിലോട്ട് വരുമ്പോൾ ടാസ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലത്തെ രാത്രിയത്തെ ലൈവിലേ തുടങ്ങി ഇന്നത്തെ ടാസ്കിൻ്റെ ഡിസ്കഷൻസ്. അതായത് ഇന്ന് വരുന്ന ടാസ്കിൽ ടീമായിട്ട് നിന്ന്, അതായത് ജിൻഡോ, സായി, അഭിഷേക്, ഋഷി ഇവരെല്ലാവരും ടീമായിട്ട് നിന്നിട്ട് സിജോയുടെ ടീമിനെ ആദ്യം തന്നെ പൊട്ടിക്കണം. ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഇവർ എല്ലാവരും ടീമപ്പ് ചെയ്തിട്ട് സിജോയുടെ ടീമിനെ, സിജോ ഗബ്രിയോടെ ടീമിനെ ആദ്യം തന്നെ, കാരണം ഇപ്പോൾ ഹൗസിലുള്ള എല്ലാവരുടെയും മുന്നിൽ അവരാണ് സ്ട്രോങ്ങസ്റ്റ് ടീം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടീമിനെ ആദ്യം തന്നെ അടിച്ചിരുത്തണം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കാം എന്നുള്ളൊരു പ്ലാൻ അവിടെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സായി പറയുന്നുണ്ട് നന്ദനയെ കൂട്ടണ്ട, നന്ദനയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജിൻഡോയുടെ വന്ന് പറഞ്ഞിട്ട് പോകുന്ന സായിയെ ഞാൻ ഇന്നലെ നൈറ്റ് ലൈവിൽ കണ്ടു. അതേ സായി തന്നെ നന്ദനയെ പോയി ഉപദേശിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലും നമ്മൾ പ്ലാൻ ഇട്ടാലും ഇൻഡിവിജ്വൽ ഗെയിമാണ്, നമ്മൾക്ക് കിട്ടിയാലും നമ്മുടെ ടീമിന് പോസിറ്റീവായ രീതിയിൽ കളിച്ചേക്കണം എന്നുള്ള രീതിയിലൊരു ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് സായി മൊത്തത്തിലൊരു പ്ലാൻ ഇടുന്നു, പിന്നെ സായിയുടേതായ ഒരു പ്ലാൻ സെപ്പറേറ്റ് ഇടുന്നു. അതുപോലെ തന്നെ ഇന്ന് സംഭവിക്കുന്നത്. രാവിലെ സായി പോയിട്ട് സിജോ ഗബ്രിയുടെ ടീമിൽ പോയിട്ട് നൈസായിട്ട് പോയിട്ട് ഇങ്ങനൊരു പ്ലാൻ ഉണ്ട്, ഇവരെല്ലാവരും കൂടി ടീമപ്പായിട്ട് നിങ്ങളുടെ ടീമിനെ അടിക്കാനാണ് പ്ലാൻ എന്ന്. അപ്പോൾ ഒരു നല്ലൊരു ഗെയിം ഇറക്കി ഇന്ന് സായി അവിടെ ഒരു നന്മപരം കളിച്ചാണോ എന്താണെന്ന് എനിക്കറിയില്ല. സായി എല്ലാ ടീമിലും പോയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെ കിട്ടുന്ന കാര്യം അവിടെ പോയി, അവിടെ കിട്ടുന്ന കാര്യം ഇവിടെ പോയി പറയുന്ന ഒരു സായിയാണ് ഞാൻ കാണുന്നത്. ഇന്നലെ ലൈവ് കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇന്നത്തെ എപ്പിസോഡിൽ ലൈവ് കണ്ടവർക്കും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് എപ്പിസോഡിൽ കാണിച്ചില്ലെന്ന് തോന്നുന്നു സായി പോയി അവരോട് ഈ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടീമിൽ തന്നെ ജിൻഡോൻ്റെ ടീമിനെ നന്ദനെ പോയി അറ്റാക്ക് ചെയ്ത് പൊട്ടിച്ചളയുന്നതാണ്. അപ്പോൾ ജിൻഡോ അവരെ വിശ്വസിച്ചതാണ് പറ്റിപ്പോയത്.
സത്യം പറഞ്ഞാൽ ജിൻഡോ ആയത് തന്നെ പുറത്തായത് നന്നായി. വേറെ ഒന്നുമല്ല, ജിൻഡോ ഒന്ന് തട്ടേ മുട്ടേ ചെയ്ത് അപ്പോൾ തന്നെ ഫിസിക്കൽ അസോൾട്ട് വിളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. സ്വന്തം ടീമിലടക്കം ഉള്ളവർ വിളിക്കും, ഫിസിക്കൽ അസോൾട്ട് വിളിക്കുന്നുള്ളവർ 100% ഉറപ്പാണ്. അപ്പോൾ ജിൻഡോ ആയത് തന്നെ പുറത്തായി വെളിയിലിരുന്ന് കഴിഞ്ഞാൽ സേഫാണ്. അപ്പോൾ ജിൻഡോ ആയിട്ട് ഇരുന്നോട്ടെ എന്നാണ് ഞാനും പ്രതീക്ഷിച്ചത്. ജിൻഡോക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട്, കാരണം ജിൻഡോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജിൻഡോ തന്നെ പറയുന്നത് ഈ 3 പിള്ളേരെ വെച്ചിട്ട് ഞാനെന്ത് കാണിക്കാനെന്ന് പറഞ്ഞാൽ ജിൻഡോ പറയുന്നത്. അപ്പോൾ ജിൻഡോക്ക് നല്ലൊരു ടീം കിട്ടാത്തതിൽ നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇതുപോലെ ഗ്രൂപ്പ് ടാസ്കുകൾ കൊടുക്കാണ്ട് ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുക്കുക. കാരണം ജിൻഡോ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് വന്നതാണ്. അതായത് ബാക്കിയുള്ള സീസണുകളിലൊക്കെ കണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് പുള്ളി. അങ്ങനെ പ്രിപ്പയർ ആയിട്ട് വന്ന ഒരാൾക്ക് ഇതുപോലെ ഒരു ഗ്രൂപ്പുകളിൽ കയറി കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് തന്നെയാണ് കംഫർട്ട് സോൺ. പുള്ളിയുടെ അഭിപ്രായം ഇന്ന് തന്നെ ഡിസ്കഷനിൽ ലൈവിൽ ഞാൻ കണ്ടതാണ്. ജിൻഡോ ഓരോ അഭിപ്രായങ്ങൾ പറയാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലും ജിൻഡോയെ സംസാരിക്കാൻ വിടാണ്ടുള്ള ജാസ്മിൻ്റെ അഭിപ്രായങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് പേര് വന്നപ്പോൾ ജിൻഡോ കിട്ടെ, ജിൻഡോ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ് കേൾക്കാത്തതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ജിൻഡോ അവിടെ സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും ജാസ്മിനോട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ജിൻഡോ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെ കളിക്കും ഇങ്ങനെ കളിക്കുന്നൊക്കെ പറയുമ്പോഴും ജാസ്മിൻ സമ്മതിക്കുന്നത് അവസാനം മടുത്തിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയതാണ് അതിൻ്റെ അകത്തുനിന്ന്. അത് ജിൻഡോയെ കുറ്റം പറയാൻ പറ്റില്ല.